ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് ഗ്രാവിറ്റേഷൻ ആണ്. കേഡറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ സിലബസിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് മാസ് ആൻഡ് വെയിറ്റ്. സിലബസിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ടോപ്പിക് മാസ് ആൻഡ് വെയിറ്റിനെ പറ്റിയാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എന്താണ്? മാസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ ബോഡി. ഓക്കെ, ഒരു ബോഡിയിൽ ഉള്ള മാറ്ററിന്റെ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബൈ വിച്ച് എർത്ത് അട്രാക്ട്സ് ആൻ ഒബ്ജെക്ട്സ് ടുവേർഡ്സ് ഇറ്റ് സെന്റർ. അതിന്റെ സെന്ററിലേക്ക്, അതായത് എർത്തിന്റെ സെന്ററിലേക്ക് ഈ എർത്ത് എല്ലാ ബോഡീനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മാസ് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആണ്. എല്ലായിടത്തും മാസ് കോൺസ്റ്റന്റ് ആണ്, ഓൾവേസ് കോൺസ്റ്റന്റ് എവരിവെയർ. പക്ഷെ വെയിറ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ അനുസരിച്ച് അതിന് വേരിയേഷൻ വരുന്നുണ്ട്. അതായത് ജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ജിനെ വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അത് വേരി ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ അനുസരിച്ച് വെയിറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അതുപോലെ വെയിറ്റ് മാസ് കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അതിൽ നിന്നും മാസിന്റെ ഇക്വേഷൻ കിട്ടുമല്ലോ, എഫ് ബൈ എ. വെയിറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? വെയിറ്റ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. എം എന്ന് പറയുന്നത് എന്താണ്? മാസ്, ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് ക്യാൻ നെവർ ബി സീറോ. ഇത് ഒരിക്കലും സീറോ ആവില്ല. പക്ഷെ വെയിറ്റിന്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി സീറോ ആവാം. എങ്ങനത്തെ കേസിലായിരിക്കും? നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എർത്തിന്റെ സെന്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എർത്തിന്റെ സെന്ററിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. അപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്തായിരിക്കും? മാസ് അല്ല, വെയിറ്റ് എന്തായിരിക്കും? ആ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് 0 ആയിരിക്കും. കാരണം എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. നമുക്കറിയാം വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. മാസ് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് മാസ് ഉണ്ട്. പക്ഷേ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ 0 ആയത് കാരണം വെയിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അറ്റ് ദ സെന്റർ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇറ്റ് ക്യാൻ ബി 0 എന്ന് ഓർത്തിരിക്കുക. അതുപോലെ മാസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ കോമൺ ബാലൻസ്. ഇപ്പൊ കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാസ് കണ്ടുപിടിക്കുന്നത്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് കണ്ടുപിടിക്കുന്നതെന്നും ഓർത്തിരിക്കുക. മാസ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതിനെ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വിളിക്കാം. ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ ഒരു എം ഉണ്ട്. അതായത് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ എമ്മിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ജിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതിന്റെ ഒരു SI യൂണിറ്റ് അല്ലെങ്കിൽ ന്യൂട്ടൺ. ഓക്കെ, ഇനി നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിലേക്കാണ് പോകുന്നത്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രപ്പോസ് ചെയ്ത സർ ഐസക് ന്യൂട്ടൺ ആണെന്ന് ഓർത്തിരിക്കുക. ഈ ഒരു ലോയിൽ എന്താണ് ഐസക് ന്യൂട്ടൺ പറയുന്നതെന്ന് നോക്കാം. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഓക്കെ, അതായത് രണ്ട് ബോഡി കൺസിഡർ ചെയ്യാം.
ഇവിടെ രണ്ട് ബോഡി കൊടുത്തിട്ടുണ്ട്. ഒരു ബോഡി ഇത്തിരി വലുതാണ്, അതിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും, ഒരു ബോഡി ചെറുതാണ്, അതിന്റെ മാസ് സ്മോൾ എമ്മും. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇവരുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. Okay, gravitational force directly proportional to the product of their masses and inversely proportional to the square of the distance between them. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലേ, അപ്പോൾ അതിനോട് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ F is directly proportional to product of their masses and inversely proportional to square of the distance between them. So finally the equation എങ്ങനെയാവും, F is proportional to mm by r square. Then ഈ proportionality constant അല്ലെങ്കിൽ proportionality sign മാറ്റാൻ നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് ചേർക്കുന്നു. അതാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന G. So the equation will be F is equal to Gmm by r square എന്നാവും. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് ഒബ്ജക്റ്റിന് ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിന്റെ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ per കിലോഗ്രാം സ്ക്വയർ. അതിന്റെ ഡയമെൻഷണൽ ഫോർമുല ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, Gmm by r square. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ജിയുടെ ഇക്വേഷൻ കാണാമല്ലോ, F_r² by mm എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ, ഓരോന്നിന്റെയും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോഴ്സിന്റെ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം r² എന്ന് പറയുമ്പോൾ L² ആണ് അതിന്റെ ഡയമെൻഷൻ. mm എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷൻ എന്താണ്, ക്യാപിറ്റൽ M, 2m അല്ലെ. അപ്പൊ ക്യാൻസൽ ഔട്ട് ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്, m⁻⁻⁻1 L⁻3 T⁻⁻2 എന്ന് ഓർത്തിരിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, എ സ്ഫിയർ ഓഫ് മാസ് 40 കിലോഗ്രാം is attracted by another spherical mass of 15 kilogram by a force 9.8 × 10⁻⁻7 Newton. The distance between them അല്ലെങ്കിൽ അവരുടെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന 0.2 മീറ്റർ ആണ്. ഫൈൻഡ് G. ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യണോ അല്ലെ, നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം, അതിൽ നിന്ന് ജിയുടെ ഇക്വേഷൻ എഴുതുക, ഡയറക്റ്റ് ആയിട്ട് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. 6.533 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്ന് ഓർത്തിരിക്കുക. Next question, determine the gravitational force if two masses are 30 kilogram and 50 kilogram separated by a distance 4 meter. Gravitation constant in the value തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്, F is equal to Gm1 m2 by r square. ഡയറക്റ്റ് ആയിട്ട് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. m1 30 കിലോഗ്രാം, m2 50 കിലോഗ്രാം, ഡിസ്റ്റൻസ് എത്രയാണ് 4 മീറ്റർ. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 62.55 × 10⁻⁻11 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇടുന്നത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഇപ്പോൾ എക്സാംസിനൊക്കെ വലിയ നമ്പേഴ്സ് വെച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരാൻ ചാൻസ് ഇല്ല, പക്ഷെ എങ്ങനെ വന്നാലും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട രീതിയും അത് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? അതായത് ദ ആക്സിലറേഷൻ ഗെയിൻഡ് ബൈ ആൻ ഒബ്ജെക്റ്റ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം ഒരു ഒബ്ജെക്റ്റ് ഗെയിൻ ചെയ്യുന്ന ആക്സിലറേഷനെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം. അതായത് ഒരു ഒബ്ജെക്റ്റിന്റെ ഫ്രീ ഫോൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഒബ്ജെക്റ്റ് ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് അത് തുടങ്ങുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനുശേഷം അത് വീഴാൻ തുടങ്ങുമ്പോൾ അതിന്റെ
പിന്നെ എന്ത് സംഭവിക്കും? വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് സംഭവിക്കും അല്ലേ? അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും? ആക്സിലറേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ, അതായത് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ആക്സിലറേഷൻ ഉണ്ടാകുന്നു. ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ, അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഫ്രീ ഫോളിന്റെ കേസിൽ നമ്മൾ അവിടെ ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ജിയുടെ വാല്യൂ ആയിരിക്കും. അതായത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ SI യൂണിറ്റ് ഒന്ന് നോക്കുക. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ SI യൂണിറ്റ്. അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL(T⁻⁻2) ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഗ്രാവിറ്റേഷൻ, അതായത് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ gm/r² ആണ്. അപ്പോൾ നമ്മളിത് എർത്തിന്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ മാസ് m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ എർത്ത് ആണ്, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പോൾ നമ്മൾ ആ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്, g = 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ വാല്യൂ ഓഫ് ജി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൻഡ് റേഡിയസ് ഓഫ് ദ എർത്ത് അല്ലേ? നമ്മളത് പറഞ്ഞു, ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വാല്യൂ, ജിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയൊക്കെയാണ്? എർത്തിന്റെ മാസിനെയും എർത്തിന്റെ റേഡിയസിനെയുമാണ്. ഓൾ ബോഡീസ് എക്സ്പീരിയൻസസ് സെയിം ജി ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് മാസ്. അപ്പോൾ എല്ലാ ബോഡിക്കും എന്തുണ്ട്? ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ ബോഡിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് മാസ്. അതിന്റെ മാസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിന് ഒരു ബോഡിയുടെ മാസിനെ അതിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എല്ലാ ബോഡിക്കും എന്തായിരിക്കും? ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നതിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ഇനി വേരിയേഷൻ ഓഫ് ജി വിത്ത് എർത്ത് ഷേപ്പ്, അതായത് എർത്തിന്റെ ഷേപ്പ് അനുസരിച്ച് ജിക്ക് വരുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഇതാണ് ഇവിടെ സെന്റർ ഉണ്ടല്ലേ? ഇപ്പോൾ ഈ സെന്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത് 0 ആണ്. ഇനി നോക്കൂ, ഈ ഒരു സൈഡ് എന്താണ്? പോളാർ റീജിയൻ ആണ്. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പോളാർ റേഡിയസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഈ റീജിയൻ എന്താണ്? എലിപ്റ്റിക്കൽ റീജിയൻ അല്ലെങ്കിൽ ഇക്വേറ്റർ ആണ്. ഓക്കെ, ഇക്വേറ്റർ ആണ്. അപ്പോൾ ഈ സെന്ററിൽ നിന്ന് ഇക്വേറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയുന്നു? ഇക്വറ്റോറിയൽ റേഡിയസ് എന്ന് പറയുന്നു. ഓക്കെ, ഇക്വറ്റോറിയൽ റേഡിയസ് എന്ന് വിളിക്കുന്നു. RE ആണ് ഇവിടെ ഇക്വറ്റോറിയൽ റേഡിയസ് എന്ന് വിളിക്കുന്നു. അപ്പൊ നോക്കൂ, ഇവിടെ ഡിസ്റ്റൻസ് ഏതിനാണ് കൂടുതൽ? REക്കാണ് അല്ലെ? ഇക്വറ്റോറിയൽ റേഡിയസ് ആണ് കൂടുതൽ. കാരണം നമ്മുടെ എർത്തിന്റെ ഷേപ്പ് ആ രീതിയിലാണ്. ഇക്വറ്റോറിയൽ റേഡിയസ് ആണ് കൂടുതൽ. അപ്പൊ അവിടുത്തെ ജിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ജി മിനിമം ആയിരിക്കും. ദാറ്റ് ഇസ് 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഈ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ. അതുപോലെ പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്റ്റൻസ് എന്താണ്? കുറവാണ് അല്ലെ? ഇക്വറ്റോറിയൽ റേഡിയസിനേക്കാളും കുറവാണ് പോളാർ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാക്സിമം ആയിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സെന്ററിൽ 0 ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ നമുക്ക് വേറെ രണ്ട് ഇക്വേഷൻസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് h ആൻഡ് ഡെപ്ത് d ഫ്രം ദ എർത്ത് സർഫസ്, ജി ഡിക്രീസസ് വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. അതായത് ഇപ്പോൾ നമ്മൾ എർത്തിന്റെ സർഫസ് എടുക്കുന്നു. അപ്പോൾ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിന് എത്ര വേണമെങ്കിലും ഉയരത്തിലേക്ക് പോകാം അല്ലേ? അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ജിയുടെ വേരിയേഷൻ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാം? അതാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് എർത്തിന്റെ സർഫസ്
സർഫസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് മുകളിലായിട്ട് ജിയുടെ വാല്യൂ കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. അപ്പൊ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയസ് ആണ് എർത്തിന്റെ. എച്ച് അവിടെ എടുക്കുന്ന ഹൈറ്റ് എത്രയാണോ അത്. ഇവിടെ ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നമ്മുടെ ജിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് സർഫസിൽ നിന്ന് ഉള്ളിലേക്കും പോകാമല്ലോ ഒരു ഒബ്ജക്റ്റിന്, അല്ലേ? അപ്പോൾ ആ കേസിൽ ജി എന്ന് പറയുന്നത് ജി ഡി ആയിട്ട് എടുക്കുന്നു. ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഡി എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് പോകുന്ന എന്തോരം ഡെപ്തിലേക്കാണോ പോകുന്നത് അവിടെയുള്ള ജിയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്ന് പറഞ്ഞ് എടുക്കുന്നു. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വെയിറ്റ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്? എർത്തിന്റെ സെന്ററിൽ ഒരു ബോഡീനെ പ്ലേസ് ചെയ്താൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഒരു ബോഡി നമ്മൾ പ്ലേസ് ചെയ്യുന്ന എവിടെയാണ്? സെന്ററിലാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ബോഡി പ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു സെന്ററിലാണ് ഈ ബോഡി പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ സെന്ററിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണ്? 0 ആണ്, അല്ലെ? സെന്ററിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 0 ആണ്. അങ്ങനെയാകുമ്പോൾ ആ ഒബ്ജക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. സെന്ററിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 0 ആണ്, കാരണം അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയതുകൊണ്ട്. ഓക്കെ. ഇനി എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്നാണ് പറയുന്നത്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം വെലോസിറ്റി റിക്വയർഡ് ബൈ എ ബോഡി ടു ബി പ്രൊജക്റ്റഡ് ടു ഓവർകം ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ എർത്ത്. ഓക്കെ, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വെലോസിറ്റി, അതിനെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. escape velocity is equal to root of 2gm by r. ഇവിടെ നമ്മൾ എർത്തിന്റെ ആണ് എഴുതിയിരിക്കുന്നത്. എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 2gm by r ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് എന്താണ്? എർത്തിന്റെ മാസ് ആണ്. അതുപോലെ r എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്. പിന്നെ നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് g. അപ്പോൾ ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഇക്വേഷനിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഓരോന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, നമ്മൾ ആ വാല്യൂസ് എല്ലാം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി കിട്ടുന്ന എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഞാൻ ഇവിടെ കുറച്ച് ഓരോന്നിന്റെയും എസ്കേപ്പ് വെലോസിറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന്റെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോകുക. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് സോളാർ സിസ്റ്റം എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി 16.6 കിലോമീറ്റർ per second ആണ്. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് സൺ 615 കിലോമീറ്റർ per second ആണ്. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ജൂപ്പിറ്റർ 59.5 കിലോമീറ്റർ per second ആണ്. ഈ ജൂപ്പിറ്ററിനാണ് ഏറ്റവും കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി ഉള്ളത്. ഹയസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി കാണിക്കുന്നവരാണ് ജൂപ്പിറ്റർ ആണ്. 59.5 കിലോമീറ്റർ per second ആണ്. ഇനി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മെർക്കുറി 4.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. മെർക്കുറിക്കാണ് ലോവസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി ഉള്ളതെന്ന് ഓർത്തിരിക്കുക. 4.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ എന്ന് പറയുന്നത് എന്താണ്? 2.38 ആണ്. അതിനുശേഷം എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മാർസ് 5.03 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ പ്ലാനറ്റ്സിൽ ഏതാണ് ലോവസ്റ്റ് വെലോസിറ്റി കാണിക്കുന്നത്? ലോവസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി കാണിക്കുന്നത് മെർക്കുറിയും ഹയസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി കാണിക്കുന്നത് ജൂപ്പിറ്ററും ആണെന്ന് ഓർത്തിരിക്കുക. മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ.
ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ എടുക്കുകയാണ്. അതായത് G is equal to gm/r². ഇതിൽ നമ്മൾ ഈ gm ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഈ gmന്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. എന്താണ് gm is equal to സ്മോൾ g into r² എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ നമുക്കൊരു gm ഉണ്ട് അല്ലേ, കണ്ടോ ഇവിടെ ഒരു gm ഉണ്ട്. അപ്പൊ ഈ gmൽ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 2gr²/r എന്ന് വരും അപ്പൊ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്താ ഒരു r ക്യാൻസൽ ഔട്ട് ആവും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും √2gr എന്നാവും. അതായത് എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √ഓർബിറ്റൽ വെലോസിറ്റി എന്നാണ്. അതായത് ഈ VO ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, √gr ആണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക, അതനുസരിച്ച് പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ വേർഡ്സ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പുട്നിക് 1 ആണ്. ദ പീരീഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഇസ് 24 അവേഴ്സ് ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ പീരീഡ് 24 അവേഴ്സ് ആണ്. വെൻ സാറ്റലൈറ്റ് ഓർബിറ്റ്സ് ക്ലോസ് ടു എ പ്ലാനറ്റ് ഇറ്റ്സ് ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ. അതായത് പ്ലാനറ്റ്സിനോട് വളരെ ക്ലോസ് ആയിട്ട് ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിന്റെ പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനായിരിക്കും, ഡെൻസിറ്റി ഓഫ് ദ പ്ലാനറ്റിനെ ആയിരിക്കും. ദ വാല്യൂ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ജിയുടെ വാല്യൂ നമ്മൾ കുറെ പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ പഠിച്ചു വെക്കുക, ശ്രദ്ധയോടെ പഠിച്ചു വെക്കുക. 6.673 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. അതുപോലെ when a body falls towards earth its motion is due to. എന്തായിരിക്കും, ഒരു ബോഡി എർത്തിലേക്ക് വീഴുമ്പോൾ അവിടുത്തെ മോഷൻ ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും അല്ലെ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് ആ ബോഡിക്ക് അവിടെ ഒരു മോഷൻ ഉണ്ടാകുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. അതായത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇൻ ഓർഡർ ടു leave the moon, Apollo astronauts had to take off in the lunar mobile and reach the escape velocity of the moon. The radius of the moon is 1.74 × 10⁻⁶ meter and the mass of the moon is 7.35 × 10⁻22 kilogram. Calculate the velocity with the Apollo astronauts have to reach in order to leave the moon. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്, മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം നമുക്ക് ആൻസർ കിട്ടുകയാണ്. അപ്പോൾ ഓരോ വാല്യൂസും നമ്മൾ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവസാനം എന്താ കിട്ടുക, 2374 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2.37 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിരിക്കുക, എങ്ങനെയാണ് വന്നാൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇക്വേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാസ് ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് 20 kilogram. What is its weight on the earth? Equation അറിയാലോ, weight is equal to mass into acceleration due to gravity ആണ്. മാസ് 20 kg തന്നിരിക്കുന്നത്, അതിനോട് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 196 ന്യൂട്ടൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an object weight is 30 Newton when measured on the surface of the earth. എർത്തിന്റെ സർഫസിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയാണ്, 30 ന്യൂട്ടൺ ആണ്. What would be its value when measured on the surface of the moon? മൂണിന്റെ സർഫസിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, ഒബ്ജക്റ്റിന്റെ വെയിറ്റ്, എർത്തിലുള്ള ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയാണ്, 30 ന്യൂട്ടൺ ആണ്. അപ്പോൾ വെയിറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത്
മൂണിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എർത്തിലുള്ള ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റിന്റെ 1/6 ആയിരിക്കും മൂണിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എർത്തിലുള്ള ഒബ്ജക്റ്റിന്റെ വെയിറ്റിന്റെ 1/6 ആയിരിക്കും മൂണിലുള്ള ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ ഓർത്തിരിക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. എർത്തിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ മൂണിനുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 1.625 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്താ മൂണിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണ്? 1.625 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇനി നമ്മുടെ ഈ റിലേഷനിലേക്ക് എന്ത് ചെയ്യുക? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മൂണിലുള്ള ഒബ്ജക്റ്റ്, ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് നമുക്ക് കിട്ടും 1/6 × 30 ചെയ്യുമ്പോൾ 5 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ എർത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റിന്റെ 1/6 ആയിരിക്കും മൂണിലെ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എത്രയാണ്? 5 ന്യൂട്ടൺ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു നോ ദ ആക്സിലറേഷൻ ഓഫ് ദ മൂൺ ഡിപ്പെൻഡ്സ് അപ്പോൺ? മൂണിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഓക്കെ, അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓഫ് ദ മൂൺ ബൈ ദ സൺ, gravitational force exerted on the moon by the planets, gravitational force exerted on the moon by the earth, gravitational force exerted on the earth by the moon. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? മൂണിന്റെ അതായത് ആക്സിലറേഷൻ ഓഫ് ദ മൂണിന്റെ ആക്സിലറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ മൂൺ ബൈ ദ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഇത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ മൂൺ ബൈ ആരാണ്? എർത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the force which keeps the body to move in circular path when accelerated is. അപ്പോൾ ഒരു സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഒരു സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ, അവിടെ എന്ത് ഫോഴ്സ് ആയിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും അല്ലെ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. Next question, the mass of a body on the moon is 60 kilogram. What its weight on the surface of the earth? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡിയുടെ മാസ് മൂണിൽ എത്രയാണ്? 60 കിലോഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ എർത്തിലെ അതിന്റെ വെയിറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാസ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 60 കിലോഗ്രാം ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസിൽ നമ്മൾ പഠിച്ചു. മാസ് ഈസ് കോൺസ്റ്റന്റ് എവ്രിവെയർ അല്ലെ? എല്ലായിടത്തും മാസ് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ എർത്തിലുള്ള മാസ് എത്രയാണ്? 60 കിലോഗ്രാം തന്നെയാണ് അല്ലെ? എർത്തിലെ ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ മാസ് എത്രയാണ്? 60 കിലോഗ്രാം തന്നെയാണ്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെയിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെയിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് 60 kg ആണ്, ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് 9.8 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 588 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് മൂണിനുള്ള ഒബ്ജക്റ്റിന്റെ മാസ് 60 കിലോഗ്രാം തന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എർത്തിന്റെ സർഫസിൽ അതിന്റെ വെയിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റ് ആണ് മാസ് ഈസ് കോൺസ്റ്റന്റ് എവ്രിവെയർ. എല്ലായിടത്തും മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ മൂണിലുള്ള ആ ബോഡിയുടെ മാസ് 60 കിലോഗ്രാം ആണെങ്കിൽ എർത്തിലും 60 കിലോഗ്രാം തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെയിറ്റ് ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത് കണ്ടുപിടിക്കാനാണ്. ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ അതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം മാസ് 60 കിലോഗ്രാം ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.8 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 588 ന്യൂട്ടൺ കിട്ടും. ഓക്കെ. So next question, in the polar region the value of acceleration due to gravity. Polar region acceleration due to gravity എന്താണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
First option is more than that at the equator, is less than that at the equator, is same as the equator, 0. 4 ഓപ്ഷൻസ്. അതിലേതാണ് ആൻസർ? നമ്മൾ പഠിച്ചു, നമ്മൾ ഡയഗ്രാം ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. ഇക്വേറ്ററിലാണ് ഇസ് മോർ ദാൻ ദാറ്റ് അറ്റ് ദ ഇക്വേറ്റർ ആണ്. ഇക്വേറ്ററിനേക്കാൾ കൂടുതലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോളാർ റീജിയനിൽ എന്ന് ഓർത്തിരിക്കുക. ഇക്വേറ്ററിൽ ജി മിനിമം ആണ്, പോളാർ റീജിയനിൽ ജി മാക്സിമം ആണ്. അപ്പോൾ അതിന്റെ ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ, ഇസ് മോർ ദാൻ that at the equator. Okay, next question, the force of attraction between two unit point masses separated by unit distance is called എന്താവും? അതായത് ആക്സിലറേഷൻ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണോ, യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണോ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണോ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ആണോ? അപ്പോൾ നമുക്ക് നോക്കാം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു യൂണിറ്റ് പോയിന്റ് മാസസ് ആണ്. അതായത് നമ്മുടെ ഈ ഇക്വേഷൻ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? Gmm/r² ആണ്. അതിൽ രണ്ട് പോയിന്റ് മാസ് എന്ന് പറയുന്നത് യൂണിറ്റ് മാസ് ആണ് അല്ലെ, 1 kg ആണ് അവരുടെ മാസ്. ഓക്കെ, 1 kg ആണ്. അതുപോലെ അവരെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് യൂണിറ്റി ആയതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ. So our next question, the value of escape velocity on certain planet is 4 km/s. Then the value of orbital velocity for satellite orbiting close to the planet is. Orbital velocity കണ്ടുപിടിക്കാനാണ്. escape velocity തന്നിട്ടുണ്ട്. Orbital velocity എന്ന് പറയുന്നത് ഒരു velocity ആണ്. അതായത് ആ പെർട്ടിക്കുലർ ഇപ്പൊ നാച്ചുറൽ സാറ്റലൈറ്റോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റോ അതിന്റെ ആ ഒരു ഓർബിറ്റിൽ നിർത്താനായിട്ട് ഉള്ള ആവശ്യമായിട്ടുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ട് 4 km/s തന്നിട്ട് ഓർബിറ്റൽ വെലോസിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവർ തമ്മിലുള്ള ഇക്വേഷൻ അറിയാലോ. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? √2gm/r ആണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √g_m/r ആണ്. അപ്പൊ നോക്കൂ, ഈ ഓർബിറ്റൽ വെലോസിറ്റിയിൽ നിന്ന് ഒരു √2നെ പുറത്തെടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അതായത് എസ്കേപ്പ് വെലോസിറ്റിയിൽ നിന്ന് ഒരു √2നെ പുറത്തെടുത്താൽ ബാക്കിയുള്ള ടേം എന്താണ്? ഇതാണ് അല്ലെ ബാക്കിയുള്ള ടേം, അതായത് √g_m/r ആണ്. ഓക്കെ, ഒരു √2നെ പുറത്തെടുത്താൽ ബാക്കി കിട്ടുന്ന ടേം എന്താണ്? √gm/r. അതെന്താണ്? അതായത് ഓർബിറ്റൽ വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇക്വേഷൻ? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gm/r ആണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √gm/r ആണ്. അപ്പൊ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയിൽ നിന്നും ഒരു √2നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം എന്താണ്? √gm/r ആണ്. അതെന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി ആണ്. ആ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി തന്നിരിക്കുന്നത് എത്രയാണ്? 4 ആണ്. അപ്പൊ 4 = √2 ഇൻറ്റു v0. അപ്പൊ അതിൽ നിന്ന് v0 കാണാനുള്ള ഇക്വേഷൻ കിട്ടുമല്ലോ. v0 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? v0 = 4/√2 എന്ന് കിട്ടും. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2√2 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? 2√2 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്കൊരു എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ട് ഓർബിറ്റൽ വെലോസിറ്റി കാണേണ്ട ഒരു രീതി ഇതാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാണ്, ശ്രദ്ധിച്ചിരിക്കുക, കാരണം ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gm/r ആണ്. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √gm/r ആണ്. അപ്പോൾ ഈ എസ്കേപ്പ് വെലോസിറ്റിയിൽ നിന്ന് ഒരു √2 പുറത്തെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ VE = √2 ഇൻറ്റു v0 എന്ന് കിട്ടുന്നു. അതിൽ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. = √2 ഇൻറ്റു v0. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് v0 കണ്ടുപിടിക്കുക. ആൻസർ 2√2 എന്ന് കിട്ടും. Next question, the escape velocity of a body from Earth is VE. If the radius of the Earth contracts to 1/4 of its value, keeping the mass of the Earth constant, escape velocity will be.
ഓക്കെ, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡിയുടെ എസ്കേപ്പ് വെലോസിറ്റി VE ആണ്. ഓക്കെ, അത് എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എർത്തിന്റെ റേഡിയസ് നമ്മളൊരു 1/4 ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നു, ഓക്കെ, ചുരുക്കുന്നു. അങ്ങനെ മാസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് റേഡിയസ് 1/4 ആയിട്ട് ചുരുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്തായിരിക്കും? എസ്കേപ്പ് വെലോസിറ്റി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ട്രിപ്പിൾഡ് ആണോ, അൺഓൾട്ടേർഡ് ആണോ, ഡബിൾഡ് ആണോ, ഹാഫ്ഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm/r ആണ്. നമ്മളോട് പറഞ്ഞ എന്താണ്? റേഡിയസ്, എർത്തിന്റെ റേഡിയസ് 1/4 ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് വരും? r/4 എന്ന് വരുന്നു. എന്നിട്ട് ഈ r എന്ത് ചെയ്യുന്നു? സോറി, ഈ 4 r/4ലെ r ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. ഓക്കെ, ഓക്കെ, 4 ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ 4 × 2gm/r എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് ഈ 4 റൂട്ടിന് പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ പുറത്തേക്ക് എടുത്തപ്പോൾ 2 കിട്ടി. അതിന്റെ ഉള്ളിൽ, റൂട്ടിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? 2gm/r ആണ്. അതെന്താണ്? എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ്. അപ്പോ ഒരു നമ്മുടെ എർത്തിന്റെ റേഡിയസ് ഒരു 1/4 ആയിട്ട് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡബിൾഡ് ആവും അല്ലെ? ഡബിൾഡ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡബിൾഡ് വാല്യൂ ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ഡബിൾഡ് ആണ്. ഓക്കെ, രണ്ടിരട്ടിയായിട്ട് മാറുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം, നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി VE ആണെന്ന് അറിയാം. എർത്തിന്റെ റേഡിയസിനെ ഒരു 1/4 ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നു. മാസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് റേഡിയസിനെ കൺട്രാക്ട് ചെയ്യുന്നു 1/4. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? റൂട്ട് 2gm/r ആണ്. r-ന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? r ഒരു 1/4 ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ r/4 വരുന്നു. ഓക്കെ, ഇവിടെ r/4 വരുന്നു. 4 തിരിച്ച് ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ ഇക്വേഷൻ എന്തായി? 4 × 2gm/r ആകുന്നു. 4 സ്ക്വയർ റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ 2 ആകുന്നു. അപ്പൊ 2 × റൂട്ട് 2gm/r. ഈ ഒരു സ്റ്റെപ്പ് ഇതെന്താണ്? നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ്. അപ്പൊ 2VE എന്ന് കിട്ടുന്നു. അപ്പോൾ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? റേഡിയസ് 1/4 ആയിട്ട് കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ഡബിൾ ആകുന്നു, ഓർത്തിരിക്കുക. ഓക്കെ, next question. If the distance between any two objects halved, then what happened to the gravitational force? ഇവിടെ എന്താണ് പറയുന്നത്? രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to gmm/r² ആണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം, ഇവിടെ റേഡിയസ് അല്ല, ഡിസ്റ്റൻസ് ഹാഫ് ആക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? r/2 വരുന്നു. r/2 ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? gmm/r²/4 വരുന്നു. 4 എങ്ങോട്ട് പോകുന്നു? മുകളിലേക്ക് പോകുന്നു. അപ്പോൾ 4 × gmm/r² എന്ന് വരുന്നു. ഈ വാല്യൂ എന്താണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയല്ലേ? അപ്പോൾ 4F എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താവുന്നു? 4 മടങ്ങാവുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 4 മടങ്ങായിട്ട് മാറുന്നു. ഓക്കെ ആണോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ തീരുകയാണ്. പക്ഷേ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തീർന്നിട്ടില്ല. ഇനി നമ്മൾക്ക് സോളാർ സിസ്റ്റം ഉണ്ട്, പിന്നെ സ്റ്റാർസിന്റെ ഫോർമേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, കാരണം ഒരു മാർക്കിന് ആ ഒരു ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അത് ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ ഉടൻ തന്നെ വരാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.